കേരളം മൊത്തം ഓണത്തിൻ്റെ തിമിർത്തായ ആഘോഷങ്ങളിലാണ്. ഓണമാണ് കേരളത്തിൻ്റെ മഹാ ഉത്സവം. ഓണം എന്ന് പറഞ്ഞത് അതിൻ്റെ പിന്നിൽ ഒരു വലിയ ബ്രാൻഡ് സ്ട്രാറ്റജി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പിൻപറ്റാവുന്ന ഓണത്തിൻ്റെ പിന്നിലെ ബ്രാൻഡ് സ്ട്രാറ്റജീസ് നമുക്ക് ചുരുളയിക്കാം. ഓണം എങ്ങനെ ഒരു ബ്രാൻഡായി? ഓണം ഒരു ബ്രാൻഡാകാൻ ഒരുപാട് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓണം ഉണ്ടാക്കിയിട്ടുള്ളത് റിച്വൽസ്, ആചാരങ്ങളുടെ മുകളിലാണ്. റിപ്പീറ്റഡ് ആയിട്ട് എവറി ഇയർ സെയിം സീസണിൽ വരുന്ന ഈ ആചാരങ്ങളാണ് ഓണത്തിനെ സ്ട്രോങ് ആയ ബ്രാൻഡായി മാറ്റുന്നത്. സോ ഓണം ഹാസ് ദ ഫൗണ്ടർ. ഓണം ഫൗണ്ടർ ലെഡ് മാർക്കറ്റിംഗ് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഓണത്തിന് ഫേസ് ഉണ്ട്. ഓണത്തിൻ്റെ ഫൗണ്ടർ ആരാണ്? ദ മാവേലി. ആ മാവേലി തമ്പുരാനാണ് ഓണത്തിൻ്റെ ക്യാമ്പയിനെ ലീഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഓണം ഹാസ് ദ ബ്രാൻഡ് ഐഡൻറ്റിറ്റി. ഓണത്തിൻ്റെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയാണ് പൂക്കളം. വ്യത്യസ്ത നിറങ്ങളും വ്യത്യസ്ത നിറങ്ങളിൽ വ്യത്യസ്ത പൂക്കൾ ഡിഫറെൻ്റ് ആയിട്ട് വന്ന് വലിയൊരു ഐഡൻറ്റിറ്റി ആയിട്ട് അത് മാറുന്നു. സോ ഓണം ഹാസ് ദ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ആസ് പൂക്കളം. ആൻഡ് ഓൾസോ ഓണം ഹാസ് ദ ബ്രാൻഡ് എക്സ്പീരിയൻസ്. ഓണത്തിൻ്റെ ബ്രാൻഡ് എക്സ്പീരിയൻസ് ആണ് ഓണസദ്യ. എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്ന പച്ചടി, കിച്ചടി, സാമ്പാർ, അവിയൽ തൊട്ട് മൊത്തം വാഴ ഇലയിൽ വിളമ്പുന്ന ഓണസദ്യ ഒരുക്കുന്ന വലിയൊരു എക്സ്പീരിയൻസാണ്. കസ്റ്റമർ എൻഗേജ്മെൻറ്റ്, ക്ലയൻറ്റ് എൻഗേജ്മെൻറ്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഓൾസോ ഓണം ഹാസ് ദ ബ്രാൻഡ് സ്റ്റോറി. മാവേലി തമ്പുരാനെ ചവിട്ടി പാതാളത്തിലേക്ക് താത്തി അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവാണ്, റിട്ടേൺ ഓഫ് ദ കിങ് ആണ് ഓണത്തിൻ്റെ സ്റ്റോറി. എന്നും മെമ്മറബിളായ ആളുകൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ആൻഡ് ഓൾസോ ഓണം ഒരൊറ്റ ദിവസത്തെ പ്രോഗ്രാം അല്ല. ഓണം കണ്ടിന്യൂസ് ആയി ഓണം അത്തം 1 തൊട്ട് അത്തം 10 വരെ, അത്തം 1 തൊട്ട് അത്തം 10 വരെ നീണ്ടു നിൽക്കുന്ന മഹത്തായ ഒരു ക്യാമ്പയിനിങ് ആണ് ഓണം ചെയ്യുന്നത്. സോ ഓണം ബിൽഡ് റിച്വൽസ്, ഓണം ബിൽഡ് എക്സ്പീരിയൻസ്, ഇറ്റ് ബിൽഡ് എൻഗേജ്മെൻറ്റ്സ് ആൻഡ് ദ ഇമോഷൻസ്. So Onam is the greatest brand. I'm JD, we build brands.